കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ലോകം മൊത്തം ചർച്ച ചെയ്ത ഒരു സന്ദർശനമായിരുന്നു ഖത്തർ അമീറിന്റെ സന്ദർശനം. ഖത്തർ അമീർ ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വളരെ വൃത്തിയായിട്ട് സ്വീകരിക്കുന്നു. ഓരോ രാജ്യത്തിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. അത് രാജ്യത്തിന്റെ ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേറൊരു രാജ്യത്തിൽ ചെന്നാലും ആ രാജ്യത്തിന്റെ പ്രോട്ടോകോൾ ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു രാജ്യം ഇവിടെ വന്നാലും ആ രാജ്യത്തിന്റെ വിലയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ലോക നിലവാരവും ഒക്കെ കണക്കിലെടുത്ത് അതിന് പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷെ പ്രോട്ടോകോൾ ലംഘിച്ച് ഖത്തർ അമീറിനെ വിമാനത്താവളത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രോട്ടോകോൾ ലംഘിച്ച് നേരത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു സൗദി രാജാവ് വന്നപ്പോഴും അല്ലെങ്കിൽ ഒബാമ വന്നപ്പോഴും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഖത്തർ പോലൊരു രാജ്യത്തിലെ ഒരു ഖത്തർ അമീർ വന്നപ്പോൾ ഇത്തരത്തിൽ ഒരു സ്വീകരണം അത് ചർച്ചയായതാണ്. അപ്പം ഖത്തർ അമീർ ഇവിടെ വന്നു. അദ്ദേഹം ആ രാജ്യവുമായിട്ട് നമുക്ക് വളരെ കൂടുതൽ വ്യാവസായിക അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി ഉള്ള രാജ്യമാണ്. ഖത്തറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗ്യാസ് മേടിക്കുന്നത് ഇന്ത്യയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിന് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന ഗ്യാസിന്റെ ഏതാണ്ട് 42% എന്റെ ഊഹം ശരിയാണെങ്കിൽ ഖത്തറിൽ നിന്നാണ് വരുന്നത്. അപ്പം അത്തരത്തിൽ ഇറക്കുമതി ഉള്ളതാണ്. കാരണം നമുക്ക് ഈ അതിനകത്തുള്ള ഗ്യാസിന്റെ കാര്യം പറയുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്രൂഡ് ഓയിലിനെക്കാട്ടിൽ കൂടുതൽ വലിപ്പത്തിൽ അത് ഉപയോഗിച്ചാൽ അതിന് ക്രൂഡ് ഓയിലിനെ അപേക്ഷിച്ച് വില കുറവുണ്ടാവുകയും പിന്നെ അതുപോലെ അന്തരീക്ഷ മലിനീകരണത്തിന് കുറവുണ്ടാവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ വൈദ്യുതി ഈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമായിട്ടുള്ള ഗ്യാസാണ്. അപ്പം അത് അവർക്കിടെ ഏറ്റവും വലിയ വരുമാന മാർഗം ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റും ഗ്യാസും ആയിരിക്കുമ്പോഴും അവരെ ലോകത്ത് ചെറിയ രാജ്യമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സമ്പന്നതയിൽ നിൽക്കാൻ കാരണം ഇതായിരിക്കുമ്പോഴും അവരുടെ ഏറ്റവും വലിയൊരു ഇറക്കുമതി അതിന് നമ്മൾ ഈ പറയുന്ന 42% ഇന്ത്യയിലാവുമ്പോഴും ആ ഒരു ബന്ധമുണ്ട്. എന്നാലും ഈ രാജ്യവുമായിട്ട് പണ്ട് അല്ലെങ്കിൽ പലവട്ടം പരിശോധിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുള്ള ഒരു രാജ്യവുമാണ് ഖത്തർ. അറിയാമല്ലോ, ഇറ്റാലിയൻ കമ്പനിക്കകത്ത് നമ്മളുടെ ഒരു 9 നാവികർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ പിടിച്ചു. അവർ അവിടെ ഈ പറയുന്നത് പോലെ രാജ്യത്തിനെതിരെ നീങ്ങുന്നവരാണ് അല്ലെങ്കിൽ ഈ ആ രാജ്യത്തിനെതിരെ നീങ്ങുന്ന ആൾക്കാരായിരുന്നു. ഇന്ത്യൻ നാവികരാണ്. പർപ്പസ്ഫുള്ളി അവിടെ ഇറ്റാലിയൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് അവിടെ ഈ ഒരു രാജ്യത്ത് ആൾക്കാർ കയറി മറ്റൊരു രാജ്യത്ത് നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിധ്വംസക പ്രവർത്തനം അല്ലെങ്കിൽ ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അങ്ങനെ അറസ്റ്റ് ചെയ്യുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അതിനകത്ത് ഇടപെട്ടു. അവസാനം അവരെ സ്വതന്ത്രമാക്കി. അതായത് നമ്മുടെ രാജ്യത്തെ കൂട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം അല്ലല്ലോ. അവിടെ ഒരു രാജ്യ തലവനുണ്ട്, അദ്ദേഹത്തിന് എന്തും തീരുമാനിക്കാം. അപ്പൊ അത് വലിയ അന്ന് ലോകത്ത് മൊത്തം ചർച്ചയാണ്. ഖത്തറിന്റെ തീരുമാനം ഇന്ത്യ ഇടപെട്ടപ്പോൾ മാറിപ്പോയി എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പൊ അത്തരത്തിൽ തീരുമാനമുണ്ട്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങളും ഖത്തറുമായിട്ടുണ്ടായി. ഖത്തറിനകത്ത് ഇവിടുന്ന് ചെല്ലുന്ന ഈ പറയുന്നത് പോലെ ഇന്ത്യക്കാരനകത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വേർതിരിച്ച് കാണുന്നു. അല്ലെങ്കിൽ അവരുടെ ജോലിക്കകത്ത് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്നതിനും നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനും സാധിക്കുന്നില്ല. അവരെ നോട്ട് ചെയ്ത് അവരെ പ്രത്യേകിച്ച് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്കൊരു ആക്ഷേപം വന്നു. അപ്പൊ അതിനകത്തും കൃത്യമായിട്ട് ഇടപെട്ടപ്പോൾ പിന്നെ ആ ആക്ഷേപം കേട്ടില്ല. ഇപ്പം ഏതായാലും ഈ വരവോട് കൂടി ഖത്തറും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ വലിയ വലിപ്പത്തിൽ ആയിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷമുള്ള പത്രസമ്മേളനവും അതിനുശേഷവുമുള്ള ആ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര നീക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഖത്തർ രാജാവ് ഒരുപക്ഷെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നതും അദ്ദേഹത്തെ എയർപോർട്ടിൽ പോയി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയതും അന്ന് വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി കൊണ്ടുവന്നത് 1,00,000 കോടി രൂപയാണ്. 1,00,000 കോടി രൂപ എന്ന് പറയുമ്പോൾ ആ വരവോട് കൂടി അദ്ദേഹം ഇവിടെ നിന്ന് നമ്മളുമായിട്ട് പല കരാറുകൾ ഒപ്പിട്ട് ആ കരാറുകളെല്ലാം ഒപ്പിട്ടതിന് ശേഷം ഇന്ത്യയിൽ 1,00,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായാലും പ്രതിരോധ മേഖലയിലായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലായാലും സമസ്ത മേഖലയിലും ഈ പറയുന്നത് പോലെ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് അത്തരത്തിൽ നമ്മളുമായിട്ട് ശത്രു രാജ്യമായി നിൽക്കാൻ ഒരിക്കലും ഇനി ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഗ്യാസിന്റെ ഒരു കരാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, 42% ഗ്യാസ് അവിടെ നിന്ന് ഇറക്കുകയെന്ന്. അപ്പം ഇപ്പോൾ കൊടുക്കുന്ന വില പോലും ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്ന വില അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഗ്യാസിന്റെ വിലയെക്കാട്ടിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഏതാണ്ട് 20 കൊല്ലത്തേക്ക് ഇപ്പോൾ തരുന്ന ഈ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് തരുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും
അവിടെ നിന്ന് പണ്ടത്തെ കരാർ അനുസരിച്ചുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പണി വളരെ വലിയ പുരോഗതിയിൽ എത്രയും പെട്ടെന്ന് തീർത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ ഖത്തറിന് വേറൊരു വലിയ പേരുദോഷമുള്ള രാജ്യമാണ് ഖത്തർ. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ അറിയാലോ, പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുള്ള പോലെ, ഹമാസ് പോലെയും ഹൂത്തികൾ പോലെയും, അതായത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ലോകത്ത് നിൽക്കുന്ന ഗ്രൂപ്പുകളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് ആവശ്യം പോലെ ഫണ്ട് കൊടുക്കുന്ന രാജ്യത്തിനകത്ത് സിറിയ ഉൾപ്പെടെ അല്ലെങ്കിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പേരാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു രാജ്യമാണ് അത്. അതുപോലെ ഇപ്പൊ അതിനകത്ത് ഇപ്പം ഈ ബംഗ്ലാദേശ് വിഭജനത്തിനകത്തും അവിടുത്തെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഫണ്ട് കൊടുത്തത്, അതായത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവർക്ക് ഫണ്ട് കൊടുത്തവരാണെന്നും, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടുത്തെ മീഡിയ വണ്ണിന് പോലും ഫണ്ട് കൊടുക്കുന്ന അവരാണെന്നും, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ PFI-കാരൻ ഇവിടെ പിടിച്ചപ്പോൾ ഈ പറയുന്ന ഖത്തറുമായിട്ട് ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്, സിറിയയുമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് EDA കണ്ടെത്തലൊക്കെ വന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യം ഇവിടെ വന്ന് ഈ പറയുന്നത് പോലെ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ ദീർഘമായിട്ടുള്ള കരാറുകൾ ഒപ്പിടുന്നതിനും അവരുടെ സൈനികരെ പരിശീലിപ്പിക്കുന്ന ഒരു രീതിക്ക് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു പോകുന്ന ഒരു രീതിയും ഒക്കെ വന്നു. ആ സംയുക്ത പ്രസ്താവന രണ്ടുപേരും, രണ്ട് രാജ്യത്തലവന്മാരും കൂടി സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോക്സി ഗ്രൂപ്പുകളുടെ തലവന്മാരെ പോലും സംരക്ഷിക്കുന്ന, അവർക്ക് ഫണ്ട് കൊടുക്കുന്ന ആ രാജ്യത്തിന്റെ ഉടമയായിട്ടുള്ള ആൾ ഇന്ത്യയിലെ നമ്മളുടെ ഭീകരവാദത്തിനോട് അനുകൂലിച്ചും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഒരു രാജ്യം കടന്നു കയറുന്നതിനകത്ത് നമ്മളുടെ അഭിപ്രായമാണ് ശരി, അതിനെ അനുകൂലിച്ചു. അതായത് ഈ പറയുന്ന ടെററിസത്തിനെ യാതൊരു കാരണവശാലും രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. അതുപോലെ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഈ പറയുന്ന ഖത്തർ ഇനി നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രസ്താവന. അതായത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഖത്തർ നിൽക്കുന്ന കാലത്തോളം ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ, അത് ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ PFI-കാരനായാലും ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കാശ്മീർ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ടെററിസ്റ്റുകളായാലും ആർക്കും ഇനി ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല. അതിർത്തി കടന്നുള്ള ആക്രമണം എന്ന് ഉപയോഗിച്ചപ്പോൾ പാകിസ്ഥാനിൽ നമ്മളുടെ അതിർത്തിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കാശ്മീരിനകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ ഉദ്ദേശിച്ച് ആണ് അത്തരത്തിലൊരു വാചകം കൂടി വന്നത്. അതായത് ആ ബന്ധം ഖത്തർ രാജാവിനെ പ്രോട്ടോകോൾ ലംഘിച്ച് സ്വീകരിച്ചതിന്റെ, അല്ലെങ്കിൽ അതിന്റെ കാര്യം വെളിവാകുമ്പോൾ ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം പ്രോക്സി ഗ്രൂപ്പുകളുടെ തലവനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം മത തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന രാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയുമായിട്ടുള്ള രീതി, അതിനുശേഷമുള്ള അവരുടെ നിലപാടുകൾ ഇന്ത്യക്ക് അനുകൂലമാണ്, ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അനുകൂലമല്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിക രാജ്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് പഴയതുപോലുള്ള ബന്ധമല്ല. അപ്പം ഈ പറയുന്ന പല ആൾക്കാരും ഈ മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ വിട്ടുപോകും, അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഉണ്ടാവത്തില്ല, ആ രാജ്യങ്ങളൊക്കെ നമ്മളുമായിട്ട് വിട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ മോദി അധികാരത്തിന് വന്നതിന് ശേഷം ഖത്തർ ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. അതിന് കുവൈറ്റ് ആയാലും കൊള്ളാം, ഈജിപ്റ്റ് ആയാലും കൊള്ളാം, UAE ആയാലും കൊള്ളാം, സൗദി ആയാലും കൊള്ളാം, ഈ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം, അത് കയറ്റുമതി ഇറക്കുമതി ബന്ധം, ആ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, ആ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്ത്, ഇതിനകത്തൊക്കെ വലിയ വലിപ്പത്തിലാണ്. മാത്രമല്ല ഈ രാജ്യങ്ങളിൽ ഒക്കെ മോദി പോയി കഴിയുമ്പോൾ ആ രാജ്യത്ത് കിട്ടുന്ന സ്വീകരണവും ആ രാജ്യവും നമ്മുടെ രാജ്യവും തമ്മിൽ പുരോഗതിക്ക് ഉതകുന്ന രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങളും അല്ലെങ്കിൽ കരാറുകളും ഒക്കെ ഒപ്പിടുന്നത് കാണുമ്പോഴും ഈ രാജ്യത്തിന്റെ എല്ലാം പരമോന്നത ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത് ആദരിക്കുന്ന ഒരു രീതിയുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ ഇന്ത്യക്കകത്ത് ഛിദ്രശക്തികൾ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കകത്ത് നിന്ന് ഈ പറയുന്ന മതത്തിന്റെയും മറ്റു രാജ്യങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് പോലെ അല്ല ഇപ്പം ഇന്ത്യയും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലിയൊരു ബന്ധമാണ്. അപ്പൊ അവരെ കൂട്ടുപിടിച്ച് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇന്ത്യയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ ദിവാസ്വപ്നം കാണാനേ ഇനിയും സാധിക്കത്തുള്ളൂ. ഇന്ത്യയുടെ നയതന്ത്രം എല്ലാ രാജ്യങ്ങളും, ലോക രാജ്യങ്ങളുമായിട്ട് വളരെ വലിയ കരുത്തിലാണ് പോകുന്നത്. അത് യൂറോപ്യൻ രാജ്യങ്ങളായാലും നാറ്റോ രാജ്യങ്ങളായാലും അമേരിക്കയായാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ചൈന പറഞ്ഞു നമ്മൾക്ക് പഴയതൊക്കെ മറന്ന് ഒന്നിച്ചു പോകാം.
അപ്പൊ ആ രീതിയിലേക്ക്, കാരണം ഇന്ത്യയുടെ വളർച്ച അത്ര വലിപ്പത്തിലാണ്. ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർന്ന് പോയാൽ മാത്രമേ ലോകത്തിന് പോലും വലുതാവാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ വലിയ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു, പുരോഗതിയിലേക്കുള്ള പോക്ക്, എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ വലിപ്പത്തിലാകുന്നു. ഇന്ത്യയുടെ കൂടെ നിന്നാലേ ചില വ്യവസായങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ചില താല്പര്യങ്ങൾ, ആ രാജ്യത്തിനകത്തെ ഉൽപ്പന്നങ്ങൾ അത് വിൽക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കണം. അതുകൊണ്ട് കയറ്റുമതി ഇറക്കുമതി എല്ലാ ബന്ധവും പാലിച്ചു പോകണം. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഈ പറയുന്നത് പോലെ ഇന്ത്യയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ആ ആഭ്യന്തര കലം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാന്ന് വെച്ചിരുന്ന ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗമാകുന്നു. ഖത്തർ അമീർ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമ്മാനമായി കൊടുത്തത് 1 ലക്ഷം കോടി രൂപയാണ്.